ഹായ് വെൽക്കം ടു മാസ് ലേണിംഗ്. നമ്മൾ നോക്കാൻ പോകുന്നത് BCOC 136 ഇൻകം ടാക്സ് ലോ ആൻഡ് പ്രാക്ടീസിൽ യൂണിറ്റ് 9 ഇൻകം ഫ്രം പ്രോഫിറ്റ്സ് ആൻഡ് ഗെയിൻസ് ഓഫ് ബിസിനസ് ഓർ പ്രൊഫഷൻസ്. ഈ ചാപ്റ്ററിനകത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് പ്രൊഫഷൻസിൽ നിന്നും ബിസിനസ്സിൽ നിന്ന് കിട്ടുന്ന പ്രോഫിറ്റ്സിൻ്റെ ഗെയിൻസിൻ്റെ മുകളിൽ എങ്ങനെയാണ് ടാക്സ് കണക്കാക്കുക എന്നുള്ളതും അതിൽ നിന്ന് എന്തൊക്കെയാണ് നമുക്ക് ഡിഡക്ഷൻ ലഭിക്കുന്നത് എന്നുള്ളതാണ് ഈ ചാപ്റ്ററിനകത്ത് പറയുന്നത്. അപ്പം എന്താണ് ബിസിനസ് പ്രൊഫഷൻ നിങ്ങൾക്കറിയാം, എന്നൂടെ പറയാം. ബിസിനസ് എന്ന് പറയുന്നത് ഇൻകം ടാക്സ് ആക്ട് പ്രകാരം എനി ട്രേഡ്, കൊമേഴ്സ് ഓർ മാനുഫാക്ചർ, ഇതൊക്കെയാണ് ബിസിനസ് എന്ന് പറയുന്നത്. എനി ട്രേഡ്, കൊമേഴ്സ് ഓർ മാനുഫാക്ചർ, എനി ആക്ടിവിറ്റി ഓർ കൺസേൺ ഇൻ ദ നേച്ചർ ഓഫ് ട്രേഡ്, കൊമേഴ്സ് ഓർ മാനുഫാക്ചർ. പ്രൊഫഷൻ എന്ന് പറയുന്നത് നമ്മുടെ ക്വാളിഫിക്കേഷനോ ക്വാളിഫിക്കേഷൻ സ്കിൽസും വെച്ചിട്ട് ട്രെയിനിങ്ങോടുകൂടി നമ്മളൊരു സർവീസസ് ഒരാൾക്ക് നൽകുന്നതാണ് പ്രൊഫഷൻ. ലൈക്ക് എക്സാമ്പിൾ ലോയർ, ഡോക്ടർ, ആർക്കിടെക്റ്റ്, ചാർട്ടേഡ് അക്കൗണ്ടൊക്കെ. ഇനി വൊക്കേഷൻ എന്ന് പറയുന്നത് ഇത് ബിസിനസ്സിലും പ്രൊഫഷനും ഉൾപ്പെടില്ല. പക്ഷേ അയാൾ ദൈനംദിന ജീവിത ചെലവിന് ജീവിത ചെലവ് കാണുന്നതിന് വേണ്ടി അയാൾ ഏർപ്പെട്ടിരിക്കുന്ന ആക്ടിവിറ്റീസ് ഇനിയാണ് വൊക്കേഷൻ എന്ന് പറയുന്നത്. എക്സാമ്പിൾ റൈറ്റിംഗ്, ആക്ടിങ്, മ്യൂസിക്, മാജിക് ഓർ ഈവൺ ഇല്ലീഗൽ ആക്ടിവിറ്റീസ് ഒക്കെ എന്താണ് വൊക്കേഷനായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. ഇതൊക്കെ എന്തിൻ്റെ അണ്ടറിലാണ് വരുന്നത്? പ്രോഫിറ്റ് ഓർ ഗെയിൻ ഫ്രം ബിസിനസ് ഓർ പ്രൊഫഷൻ്റെ അണ്ടറിൽ വരുന്നതാണ് ഈ മൂന്ന് കാര്യങ്ങൾ: പ്രൊഫഷൻ, ബിസിനസ് ആൻഡ് വൊക്കേഷൻ. അടുത്ത ഈ പ്രോഫിറ്റ് ആൻഡ് ഗെയിൻ ഫ്രം ബിസിനസ് ഓർ പ്രൊഫഷൻ്റെ അണ്ടറിൽ ചാർജബിൾ ആയിട്ടുള്ള ഇൻകം എന്തൊക്കെയാണ്? പ്രോഫിറ്റ് ഓർ ഗെയിൻ. ഫസ്റ്റ് വൺ പ്രോഫിറ്റ് ഓർ ഗെയിൻ. ബിസിനസ്സിൻ്റെ പ്രൊഫഷനിൽ നമ്മൾക്ക് കിട്ടുന്ന പ്രോഫിറ്റും ഗെയിൻ്റെ മുകളിൽ ടാക്സബിൾ ആണ്. കോമ്പൻസേഷൻ ഓർ അതർ പേയ്മെൻറ്റ്സ്, നമ്മുടെ ബിസിനസ്സിൻ്റെ പ്രൊഫഷൻ്റെ മുകളിൽ നമുക്ക് കിട്ടുന്ന പേയ്മെൻറ്റ്സും കോമ്പൻസേഷൻസും. ഇൻകം ഫ്രം ട്രേഡ് ഓർ പ്രൊഫഷൻ അസോസിയേഷൻ പ്രൊവൈഡിങ് സർവീസസ് ടു മെമ്പേഴ്സ് എന്നാണ്. സർവീസസ് നമ്മൾ മെമ്പേഴ്സിന് സർവീസ് നൽകുന്നതിൻ്റെ ബദലായിട്ട് കിട്ടിയിരിക്കുന്ന ഇൻകംസ്. അതുപോലെ എക്സ്പോർട്ട് ഇൻസെൻറ്റീവ്സ്, കീം ആൻഡ് ഇൻഷുറൻസ് എമൗണ്ട്, പ്രോഫിറ്റ് ഫ്രം ട്രാൻസ്ഫർ ഓഫ് സർട്ടൻ ഡ്യൂട്ടി റിലേറ്റഡ് സർട്ടിഫിക്കറ്റ് ആൻഡ് അസറ്റ്സ്, സ്പെക്കുലേറ്റീവ് ട്രാൻസാക്ഷൻ. ഇത്രയും കാര്യങ്ങളാണ് പ്രോഫിറ്റ് ആൻഡ് ഗെയിൻ ഫ്രം ബിസിനസ് ഓർ പ്രൊഫഷൻ്റെ അണ്ടറിൽ വരുന്ന ചാർജബിൾ ആയിട്ടുള്ള ഇൻകം. അടുത്തത് ജനറൽ പ്രിൻസിപ്പിൾ ഫോർ കാൽക്കുലേറ്റിംഗ് ബിസിനസ് ആൻഡ് പ്രൊഫഷൻ ഇൻകം. നമ്മൾ ചില കണ്ടീഷൻ മെറ്റ് ചെയ്യണം. നമ്മൾ എന്ത് ചെയ്യണം? ബിസിനസ് ആൻഡ് പ്രൊഫഷണൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുന്നത് ചില പ്രിൻസിപ്പിൾസ് എന്തൊക്കെയാണ്? കണ്ടീഷൻ ഫോർ ടാക്സബിലിറ്റി എന്നാണ്. ബിസിനസ് മസ്റ്റ് ബി ക്യാരിഡ് ഔട്ട്. എന്ന് പറഞ്ഞാൽ പ്രീവിയസ് ഇയറിൽ ബിസിനസ് നമ്മൾ ആക്റ്റീവായിട്ട് അതിനെ ക്യാരിഡ് ഔട്ട് ചെയ്തിട്ടുണ്ടായിരിക്കണം, നമ്മൾ നടത്തിക്കൊണ്ട് പോയിട്ടുണ്ടായിരിക്കണം. ഇനി പ്രീവിയസ് ഇയറിൽ നമ്മളത് ആക്റ്റീവായിട്ട് അതിനെ കൊണ്ടു നടന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ഡ്യൂറിങ് ദ ഇയർ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കണം? ആക്റ്റീവായിട്ടത് നമ്മൾ നടത്തിയിട്ടുണ്ടായിരിക്കണം. ഡിസ്കണ്ടിന്യൂവേഷൻ ഓഫ് ബിസിനസ്. ഇനി ചില ബിസിനസ് നമ്മൾ കാര്യമായിട്ട് കൊണ്ട് നടത്തിയിട്ടില്ല എന്നുണ്ടെന്നുണ്ടെങ്കിലും സ്പെസിഫിക് ഇയറിൽ അതിൻ്റെ ഇൻകം എന്താണ്? ടാക്സബിൾ ആണ്. ചില എക്സെപ്ഷൻസ് അപ്ലൈ ചെയ്യുന്ന സമയത്ത്. എക്സെപ്ഷൻസ് എന്തൊക്കെയാണ്? ഡിസ്കണ്ടിന്യൂഡ് ബിസിനസ് നമുക്ക് ലഭിക്കുന്ന റെസിപ്റ്റ്സിൻ്റെ മുകളിലും, അതുപോലെ പാസ്റ്റ് ബിസിനസ് ഒബ്ലിഗേഷൻ എന്താണ്? ടാക്സബിൾ ആണ്. ഇനി ബിസിനസ് ലോസ് എന്ന് പറയുന്നത് എന്താണ്? ബിസിനസ് ലോസ് നമ്മൾക്ക് ഈ ടാക്സ് കാണുന്ന സമയത്ത് ഡിഡക്ഷൻ ലഭിക്കാൻ നമുക്ക് ടാക്സ് കാണുന്ന സമയത്ത് ഡിഡക്ഷൻ ലഭിക്കുന്നതാണ് ലോസസിലൂടെ നമുക്ക് ഡിഡക്ഷൻ ലഭിക്കും. അപ്പം എന്താണ് ബിസിനസ് ലോസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? അതിൽ വരുന്ന ലോസസ് എന്തൊക്കെയായിരിക്കും? ഇൻവെൻട്രി ഡിസ്ട്രക്ഷൻ ഡ്യൂ ടു ഫയർ തെഫ്റ്റ് ഓർ ഈവൻ ഗവൺമെൻറ് ആക്ഷൻ ലൈക്ക് വാർ മേ ബി ഡിഡക്റ്റബിൾ. ഇത്തരം കാരണങ്ങൾ കൊണ്ട് നമുക്ക് ബിസിനസ്സിൽ വന്നിരിക്കുന്ന ലോസസിൻ്റെ മുകളിൽ നമുക്ക് എന്താവും? ടാക്സ് കാണുന്ന സമയത്ത് ഡിഡക്ഷൻ ലഭിക്കുന്നതാണ്. അടുത്തത് cases where income from business is not taxable under the head of profit and gains of business or profession. ബിസിനസ് ഓർ പ്രൊഫഷണലെ പ്രോഫിറ്റും ഗെയിൻസിൻ്റെ ഹെഡിൽ വരാത്ത ചില ബിസിനസ് ഇൻകംസ് എന്തൊക്കെയാണെന്നാണ്. ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി. ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി വരുന്നത് എന്തിൻ്റെ അണ്ടറിലാണ്? ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി എന്നുള്ള അതിൻ്റെ അണ്ടറിലായിട്ടാണ് ടാക്സബിൾ ആവുക. അതുകൊണ്ട് തന്നെ എന്തില്ല, ഇത് പ്രോഫിറ്റ് ആൻഡ് ഗെയിൻസ് ഓഫ് ബിസിനസ് ഓർ പ്രൊഫഷൻ്റെ അണ്ടറിൽ വരില്ല. ഡിവിഡൻഡ് ഇൻകം ഫ്രം അതർ സോഴ്സസ് ആണ്. വിന്നിങ് ഫ്രം ലോട്ടറീസ്, ഗാംബ്ലിംഗ്
റേസസ്, ഇത്തരത്തിൽ ഗാംബ്ലിങ് ലോട്ടറീസ് ഒക്കെ ചെയ്തിട്ട് നമുക്ക് പ്രൈസസ് കിട്ടുന്നത്, അതും വരിക ഇൻകം ഫ്രം അതർ സോഴ്സസിൻ്റെ അണ്ടറിലാണ്. ഇൻട്രസ്റ്റ് റിസീവ്ഡ് ഓൺ കോമ്പൻസേഷൻ ഓർ എൻഹാൻസ്ഡ് കോമ്പൻസേഷൻ വരുന്നതും ഇൻകം ഫ്രം അതർ സോഴ്സസ് ആണ്. അതുപോലെ പ്രോഫിറ്റ് ഫ്രം സെയിൽ ഓഫ് നോൺ ബിസിനസ് ക്യാപിറ്റൽ അസറ്റ്സ്, നോൺ ബിസിനസ് ക്യാപിറ്റൽ അസറ്റ്സ് വിറ്റതിൻ്റെ മുകളിൽ നമുക്ക് കിട്ടുന്ന പ്രോഫിറ്റ്, അത് ക്യാപിറ്റൽ ഗെയിൻ ആയതുകൊണ്ട് തന്നെ എന്തല്ല പ്രോഫിറ്റ് ആൻഡ് ഗെയിൻ ഫ്രം ബിസിനസ് ഓർ പ്രൊഫഷൻ്റെ അണ്ടറിൽ വരില്ല. ബിസിനസ് നോട്ട് ക്യാരിഡ് ഔട്ട് ഇൻ ദ കറണ്ട് ഇയറിൽ എന്താണ് നോട്ട് ടാക്സബിൾ അണ്ടർ PGPP. അടുത്ത ഇൻകം ഫ്രം സെയിൽ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് നോൺ ബിസിനസ് അസറ്റ്സ്, അതും ക്യാപിറ്റൽ ഗെയിൻ ആയതുകൊണ്ട് തന്നെ എന്തല്ല ഇതിൻ്റെ അണ്ടറിൽ വരുന്നില്ല. അടുത്ത അഗ്രികൾച്ചറൽ ഇൻകം, സെയിൽ പേഴ്സണൽ അസറ്റ്സ്, പ്രോഫിറ്റ് ഫ്രം ഇല്ലീഗൽ ബിസിനസ്, ഇതൊന്നും എന്തല്ല എന്തിൻ്റെ അണ്ടറിൽ വരുന്നില്ല, പ്രോഫിറ്റ് ആൻഡ് ഗെയിൻസ് ഓഫ് ബിസിനസ് ഓർ പ്രൊഫഷൻ്റെ ഇതിൻ്റെ ഹെഡിൻ്റെ അണ്ടറിലായിട്ട് ഇതൊന്നും ഈ ഒരു ഇൻകമൊന്നും ഈ ബിസിനസ് ഇൻകമൊന്നും എന്തായിട്ട് വരുന്നില്ല, പ്രോഫിറ്റ് ആൻഡ് ഗെയിൻസ് ആൻഡ് ബിസിനസ് ഓർ പ്രൊഫഷൻ്റെ അണ്ടറിൽ വരുന്നില്ല. അടുത്ത ഡിഡക്റ്റബിൾ വേഴ്സസ് നോട്ട് ഡിഡക്റ്റബിൾ ലോസസ്. നമ്മൾക്ക് ചില ലോസസുകൾ സംഭവിച്ചതിൻ്റെ പേരിൽ നമുക്ക് ചില ഡിഡക്ഷൻസ് ലഭിക്കും. ബിസിനസ്സിൽ നമ്മൾക്ക് സംഭവിച്ചിട്ടുള്ള ലോസസുകൾ നമ്മൾ ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾക്ക് ഡിഡക്റ്റബിൾ ആയ കുറച്ച് ലോസസ് ഉണ്ട്, നോട്ട് ഡിഡക്റ്റബിൾ ആയിട്ടുള്ള കുറച്ച് ലോസസുകളുണ്ട്. എന്തൊക്കെയാണെന്നാണ് ഡിഡക്റ്റബിൾ ലോസസ് എന്തൊക്കെയാണ്? ലോസ് ഡ്യൂ ടു നാച്ചുറൽ കലാമിറ്റീസ്, നമ്മൾ നാച്ചുറലായിട്ട് വന്നിരിക്കുന്ന നാച്ചുറൽ കലാമിറ്റീസ് കാരണം ഉണ്ടായിരിക്കുന്ന ലോസസുകൾ, ഫയറോ ഫ്ലഡോ കാരണം നമ്മൾക്ക് വന്നിരിക്കുന്ന നഷ്ടങ്ങൾ. അതുപോലെ ലോസ് ഡ്യൂ ടു എനിമി ആക്ഷൻ, വാറോ ടെററിസം കാരണം നമ്മൾക്ക് വന്നിരിക്കുന്ന നഷ്ടം. അതുപോലെ ലോസ് ഡ്യൂ ടു തെഫ്റ്റ്, അതുപോലെ എംപ്ലോയി embezzlement, loss from failure to accept goods and services, loss due to exchange rate fluctuation, loss from insolvency of a banker, loss from sale of securities held in regular business, loss for bad debts or failed business advance. ഇത്രയും കാര്യങ്ങൾ എന്താണ് നമ്മൾക്ക് ഡിഡക്റ്റബിൾ ആയിട്ടുള്ള ബിസിനസ് ലോസ് ആണ്. നോൺ ഡിഡക്റ്റബിൾ ബിസിനസ് ലോസ് എന്തൊക്കെയാണ്? ലോസ് ഫ്രം സെയിൽ, ക്യാപിറ്റൽ അസറ്റ് ലൈക്ക് ലാൻഡ് ആൻഡ് ഗുഡ് വിൽ, ക്യാപിറ്റൽ അസറ്റ്സ് ആയിട്ട് ലാൻഡോ ഗുഡ് വില്ലോ വിൽക്കുന്ന സമയത്ത് നമ്മൾക്ക് സംഭവിച്ചിരിക്കുന്ന ലോസസ്, അതിൻ്റെ മുകളിൽ ഡിഡക്ഷൻ ലഭിക്കില്ല. അതുപോലെ ഇൻവെസ്റ്റ്മെൻറ്റ് ഷെയറോ സ്റ്റോക്കിലോ വന്നിരിക്കുന്ന ലോസസും ഡിഡക്റ്റബിൾ അല്ല. ലോസ് ഇൻക്ലൂഡ് പുതിയ ബിസിനസ് സെറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾക്കുണ്ടായിട്ടുള്ള ലോസസ്, അതും ഡിഡക്റ്റബിൾ അല്ല. അതുപോലെ ലോസസ് ഫ്രം നോൺ പെർഫോമിംഗ് അസറ്റ്സ്, ലോസ് ഫ്രം പേഴ്സണൽ അസറ്റ് എക്സ്പെൻസസ്, ലോസ് ഡ്യൂ ടു ഡാമേജ് ടു ക്യാപിറ്റൽ അസറ്റ്സ്, ലോസ് ഫ്രം ആൻറ്റിസിപ്പേറ്റഡ് നോട്ടേഷണൽ പ്രോഫിറ്റ്, ലോസസ് ഫ്രം ഡിസ്കണ്ടിന്യൂഡ് ബിസിനസ്. ഇത്രയും ലോസസുകൾ നോൺ ഡിഡക്റ്റബിൾ ബിസിനസ് ലോസസ് ആണ്. അടുത്ത കമ്പ്യൂട്ടേഷൻ ഓഫ് ഇൻകം ഫ്രം ബിസിനസ് ഓർ പ്രൊഫഷൻ. എങ്ങനെയാണ് ബിസിനസ് പ്രൊഫഷണൽ ഇൻകത്തിന് നമ്മൾ കമ്പ്യൂട്ടേഷൻ ചെയ്യുന്നത്? അതിന് ചില പ്രിൻസിപ്പിൾസ് ഉണ്ട്. ചില ഡിഡക്ഷൻസ് നമുക്ക് ലഭിക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ടുള്ള പ്രിൻസിപ്പിൾസ് എന്തൊക്കെയാണ്? എറോയ് ഡിഡക്ഷൻസിൻ്റെ മുകളിലുള്ള പ്രിൻസിപ്പിൾസ് ആണ്. എക്സ്പെൻഡിച്ചർ ഷുഡ് ബി ഇൻക്ലൂഡ് ഡ്യൂറിങ് ദ പ്രീവിയസ്. നമ്മൾക്ക് ഉണ്ടായിട്ടുള്ള എക്സ്പെൻസുകൾ പ്രീവിയസ് ഇയറിൽ ഉണ്ടായിരിക്കുന്ന എക്സ്പെൻസുകളായിരിക്കണം. മാത്രമല്ല ഇത് ബിസിനസ് പർപ്പസിൻ്റെ മുകളിൽ ഉണ്ടായിരിക്കുന്ന എക്സ്പെൻഡിച്ചർ ആയിരിക്കണം. സെറ്റിംഗ് അപ്പ് ബിസിനസ് എക്സ്പെൻസ്, ഒരു ബിസിനസ് തുടങ്ങുന്നതിന് വേണ്ടി നമ്മൾക്ക് ഉണ്ടായിട്ടുള്ള ലോസസ് അല്ലെങ്കിൽ എക്സ്പെൻസസ് ഒന്നും ഡിഡക്ഷൻ ലഭിക്കില്ല. ഡിസ്കണ്ടിന്യൂഡ് ബിസിനസ് ആണെങ്കിൽ അതിനും ഡിഡക്ഷൻസ് ലഭിക്കില്ല. പ്രൊവിഷൻ ഫോർ ആൻറ്റിസിപ്പേറ്റ് ലോസസ് ഓർ കോണ്ടിജൻസീസ് കാനോട്ട് ഡിഡക്റ്റഡ്. ക്യാപിറ്റൽ അസറ്റ്സ് ഡിപ്രീസിയേഷൻ, നോ ഡിഡക്ഷൻ ഫോർ ദ ഡിഡക്ഷൻ ഇൻ വാല്യൂ ഓഫ് ക്യാപിറ്റൽ അസറ്റ്സ്. ക്യാപിറ്റൽ അസറ്റ്സിൻ്റെ മുകളിലുള്ള ഡിപ്രീസിയേഷൻ്റെ മുകളിൽ നമ്മൾക്ക് എന്തെങ്കിലും ലഭിക്കില്ല, ഡിഡക്ഷൻ ലഭിക്കില്ല. നോൺ ടാക്സബിൾ ബിസിനസ്, നോ ഡിഡക്ഷൻ ഫോർ ബിസിനസ് ജനറേറ്റിംഗ് നോൺ ടാക്സബിൾ ഇൻകം. അഥവാ അഗ്രികൾച്ചറൽ ഇൻകം എന്താണ്? നമ്മൾക്ക് നോൺ ടാക്സബിൾ ആണ്. അപ്പോൾ അതിൽ നിന്ന് കിട്ടിയിരിക്കുന്ന ഇൻകത്തിൻ്റെ മുകളിൽ ഡിഡക്ഷൻസ് ഒന്നും നമുക്ക് ലഭിക്കില്ല. അത് നോൺ ടാക്സബിൾ ബിസിനസ് ആയതുകൊണ്ട് തന്നെ. ഇൻവെസ്റ്റ്മെൻറ്റ് ഡിപ്രീസിയേഷൻ, നോ ഡിപ്രീസിയേഷൻ അലോഡ് ഫോർ ഡിപ്രീസിയേഷൻ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ മുകളിൽ ഡിപ്രീസിയേഷന് എന്ത് ലഭിക്കില്ല? ഡിഡക്ഷൻ ലഭിക്കില്ല. ഇനി മെത്തേഡ് ഓഫ് അക്കൗണ്ടിങ്, ക്യാഷ് ഓർ അക്രൂവൽ ബേസിസ്. നമ്മൾ ബിസിനസ്സിൽ എങ്ങനെയാണ് നമ്മൾ അക്കൗണ്ടിങ് ചെയ്യുക? ഒന്നെങ്കിൽ ക്യാഷ് ആയിട്ടായിരിക്കും, അല്ലെങ്കിൽ അക്രൂവൽ ബേസിസിലായിരിക്കും നമ്മൾ എന്ത് ചെയ്യുക? ബിസിനസ് ഫോളോ ചെയ്യുന്ന സിസ്റ്റം എന്ന് പറയുന്നത് ഒന്നെങ്കിൽ ക്യാഷ് ആയിരിക്കും, അല്ലെങ്കിൽ അക്രൂവൽ സിസ്റ്റം ആയിരിക്കും. ഇൻകം കമ്പ്യൂട്ടേഷൻ സ്റ്റാൻഡേർഡ് സെൻട്രൽ ഗവൺമെൻറ് അവിടെ സ്പെസിഫൈ ചെയ്തിട്ടുണ്ട്. ഇൻകം കമ്പ്യൂട്ടേഷൻ സ്റ്റാൻഡേർഡ്സ്, അസസ്മെൻറ്റ്
by assessing officer. The officer can make assessment if certain condition arise. ഇത് ഇമ്പോർട്ടൻ്റ് ഒന്നല്ല, ജസ്റ്റ് പറഞ്ഞു തന്നേ ഉള്ളൂ. ഇനി സ്പെസിഫിക് ഡിഡക്ഷൻസ്, നമ്മൾക്ക് ചില ഡിഡക്ഷൻസ് ലഭിക്കുന്നുണ്ട്. എന്തൊക്കെയാണ്? റെൻറ്റ്, റേറ്റ്സ്, ടാക്സസ്, റിപ്പയർസ് ആൻഡ് ഇൻഷുറൻസ് ഓഫ് ബിൽഡിംഗ്. റെൻറ്റ് ആൻഡ് റിപ്പയർസ് നമ്മൾ deductible if the property is occupied by the assessee as a tenant and the expenditure is not for the capital nature. ഇവിടെ പറയുന്ന റെൻറ്റും റിപ്പയർസ് നമ്മൾ റെൻറ്റും റിപ്പയറും നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഡിഡക്ഷൻ ലഭിക്കും. പക്ഷെ അതങ്ങനെ ആവണമെന്നുണ്ടെങ്കിൽ ഒരു കണ്ടീഷൻ ഉണ്ട്. എന്താണ്? ആ പ്രോപ്പർട്ടി ഒന്നെങ്കിൽ അസസി ഓക്യുപ്പൈ ചെയ്തിട്ടുണ്ടായിരിക്കണം, അല്ലെങ്കിൽ അത് ടെനൻ്റ് ആയിരിക്കണം. ആസ് എ ടെനൻറ്റ് അയാൾ എന്തായിരിക്കണം? അത് ആ പ്രോപ്പർട്ടി അയാൾ ഓക്യുപ്പൈ ചെയ്തിട്ടുണ്ടായിരിക്കണം. അതുമാത്രമല്ല അത് ക്യാപിറ്റൽ നേച്ചർ ആവാനും പാടില്ല. ഈ എക്സ്പെൻഡിച്ചർ ക്യാപിറ്റൽ നേച്ചർ ആവാൻ പാടില്ല. അപ്പോഴും നമുക്ക് റെൻറ്റ് ആൻഡ് റിപ്പയർസിൻ്റെ മുകളിൽ നമുക്ക് ഡിഡക്ഷൻ ലഭിക്കും. അസസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടാക്സ് പേ ചെയ്യുന്ന വ്യക്തിനെയാണ് അസസി എന്ന് പറയുക. അടുത്ത മുനിസിപ്പൽ ടാക്സ്, ലാൻഡ് റവന്യൂ, അതർ ടാക്സസ്, ഇതൊക്കെ നമ്മൾ അടച്ചതിൻ്റെ മുകളിൽ നമുക്ക് ഡിഡക്ഷൻ ലഭിക്കും. ഇൻഷുറൻസ് ഫോർ ദ റിസ്ക് ഓഫ് ഡാമേജ് ഓർ ഡിസ്ട്രക്ഷൻ ഓഫ് ദ ബിൽഡിംഗ് ഈസ് ഡിഡക്റ്റബിൾ. നമ്മൾ ഇൻഷുറൻസ് നമ്മൾ ഡാമേജസ് ഉണ്ടാകുന്നതിൻ്റെ പേരിലോ അല്ലെങ്കിൽ ഡിസ്ട്രക്ഷൻ ഉണ്ടാകുന്നതിന് മുകളിലോ നമ്മൾ അടച്ചിരിക്കുന്ന പേയ്മെൻറ്റ് ചെയ്തിരിക്കുന്ന ഇൻഷുറൻസിൻ്റെ മുകളിലും നമ്മൾക്ക് ഡിഡക്ഷൻ ലഭിക്കുന്നതാണ്. അടുത്തത് റിപ്പയർ ഇൻഷുറൻസ് ഓഫ് മെഷീനറി, പ്ലാന്റ് ആൻഡ് ഫർണിച്ചർ. റെൻറ്റ് ആൻഡ് റിപ്പയർ നമ്മൾ മെഷീനറിക്കും പ്ലാന്റിനും ഫർണിച്ചർ ബിസിനസ്സിന് ആവശ്യമായിട്ട് ഉപയോഗിച്ചിരിക്കുന്ന ഫർണിച്ചറിനും പ്ലാന്റ്സിനും മെഷീനറിക്കും മുകളിലുള്ള റെൻറ്റ് ആൻഡ് റിപ്പയറിൻ്റെ മുകളിൽ നമുക്ക് ഡിഡക്ഷൻ ലഭിക്കുന്നതാണ്. അടുത്ത ഡിപ്രീസിയേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയാം എന്താണ്? കാലപ്പഴക്കം കാരണം നമ്മൾക്കതിൻ്റെ അസറ്റിൻ്റെ വാല്യൂ ഇയർലി അല്ലെങ്കിൽ ഒരു ഡ്യൂറിങ് ദ ഇയർ ഓവർ എ ടൈം നമ്മൾ അതിൻ്റെ വാല്യൂ കുറക്കുന്നതിനാണ് ഡിപ്രീസിയേഷൻ എന്ന് പറയുക. ഡിപ്രീസിയേഷൻ refers to റിഡക്ഷൻ ഇൻ വാല്യൂ ഓഫ് അസറ്റ്സ് ഓവർ എ ടൈം ഡ്യൂ ടു വിയർ ആൻഡ് ടിയർ ഓർ അബ്സലൻസ്. 2 ടൈപ്പ് ഡിപ്രീസിയേഷൻസ് ഉണ്ട്. കാൽക്കുലേറ്റിംഗ് മെത്തേഡ് ഉണ്ട്. എന്തൊക്കെയാണ്? സ്ട്രൈറ്റ് ലൈൻ മെത്തേഡും റിട്ടൺ ഡൗൺ വാല്യൂ മെത്തേഡും ഉണ്ട്. ടൈപ്പ് ഓഫ് ഡിപ്രീസിയേഷൻ അലവൻസ്: നോർമൽ ഡിപ്രീസിയേഷൻ, ബ്ലോക്ക് ഓഫ് അസറ്റ്സ് നോർമൽ ഡിപ്രീസിയേഷൻ. അഡീഷണൽ ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത് പുതിയ മെഷീനറിയോ പ്ലാന്റോ നമ്മൾ വാങ്ങിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മുകളിൽ അഡീഷണൽ ഡിപ്രീസിയേഷൻ ലഭിക്കും. അതർ ദാൻ ഷിപ്പ് ആൻഡ് എയർക്രാഫ്റ്റ്, ഷിപ്സും എയർക്രാഫ്റ്റും ഒഴികെയുള്ള ബാക്കിയുള്ള ന്യൂ മെഷീനറി പ്ലാന്റ്സിൻ്റെ മുകളിൽ അഡീഷണൽ ഡിപ്രീസിയേഷൻ ഉണ്ട്. സ്പെഷ്യൽ ഡിപ്രീസിയേഷൻ എന്തിനു കിട്ടും? പവർ ജനറേഷൻ അണ്ടർടേക്സ്. നമ്മൾ പവർ ജനറേഷൻ ബിസിനസ്സുകൾക്കൊക്കെ എന്തുണ്ട്? സ്പെഷ്യൽ ഡിപ്രീസിയേഷൻ ലഭിക്കുന്നുണ്ട്. ഇത് ഡീറ്റെയിൽ ആയിട്ട് താഴോട്ട് പറയുന്നുണ്ട്. ജനറൽ പ്രിൻസിപ്പിൾ ഓഫ് ഡിപ്രീസിയേഷൻ അലവൻസ്. ഡിപ്രീസിയേഷൻ അലവൻസ് കിട്ടുന്ന എന്തിനൊക്കെയാണ് ഡിപ്രീസിയേഷൻ അലവൻസ് കിട്ടുന്നത്? ടാഞ്ചിബിൾ അസറ്റ്സ് ആയിട്ടുള്ള ബിൽഡിങ്, മെഷീനറി, പ്ലാന്റ്, ഫർണിച്ചർ. ഇൻടാഞ്ചിബിൾ അസറ്റ്സ് ആയിട്ടുള്ള നോൺ ഹൗ, പാറ്റൻറ്റ്, കോപ്പിറൈറ്റ്, ട്രേഡ് മാർക്ക് ആൻഡ് ഫ്രാഞ്ചൈസീസ്. ഇതിനൊക്കെ എന്തുണ്ട്? ഡിപ്രീസിയേഷൻ അലൗഡാണ്. ഓണർ ഓഫ് അസറ്റ്. ഡിപ്രീസിയേഷൻ ആർക്കാണ് അലൗഡ് ആയിട്ടുള്ളത്? അതിൻ്റെ ഓണർക്കാണ്. ഇഫ് ദ അസറ്റ് ഈസ് ലീസ്ഡ് ദ ലെസ്സർ ഈസ് എൻറ്റൈറ്റിൽഡ് ടു ഡിപ്രീസിയേഷൻ. നമ്മൾ ഈ അസറ്റ് നമ്മൾ ലീസിന് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ലെസ്സർ എന്താവും? അതിൻ്റെ ഡിപ്രീസിയേഷൻ ആ വ്യക്തിക്ക് ലഭിക്കുന്നതാണ്. മാത്രമല്ല ഈ അസറ്റ് മസ്റ്റ് ബി യൂസ്ഡ് ഫോർ ബിസിനസ് ഓർ പ്രൊഫഷനോ ബിസിനസ്സിനോ വേണ്ടി ഉപയോഗിച്ചിരിക്കുന്ന അസറ്റും ആയിരിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് ഡിപ്രീസിയേഷൻ അലോ ചെയ്യുന്നുള്ളൂ. ഡിപ്രീസിയേഷൻ ഈസ് കമ്പ്യൂട്ടർ ബേസ്ഡ് ഓൺ റിട്ടൺ ഡൗൺ വാല്യൂ മെത്തേഡ്. ഡിപ്രീസിയേഷൻ എങ്ങനെയാണ് കാണുന്നത്? റിട്ടൺ ഡൗൺ വാല്യൂ മെത്തേഡ് പ്രകാരമാണ് ഡിപ്രീസിയേഷൻ കണക്കാക്കുന്നത്. പവർ ജനറേഷൻ ബിസിനസ്സിനാണെന്നുണ്ടെങ്കിൽ സ്ട്രേറ്റ് ലൈൻ മെത്തേഡാണ്. ഇൻ ദ ഫസ്റ്റ് ഇയർ ഓഫ് ഇവിടെ പറഞ്ഞിട്ടുണ്ട് നമ്മൾ അസറ്റ്സ് വാങ്ങിയിട്ട് ഡ്യൂറിങ് ദി ഇയറിൽ 180 ഡേയ്സിൻ്റെ മുകളിൽ നമ്മളത് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫുൾ റേറ്റിൽ അതിന് ഡിപ്രീസിയേഷൻ കാണും. ഇനി 180 ഡേയ്സിൽ കുറവായിട്ടാണ് നമ്മൾ അതിൻ്റെ പകുതിക്കൊക്കെ വെച്ചിട്ടാണ് നമ്മൾ അസറ്റ് വാങ്ങുകയും ഒരു മെഷീനറിയോ പ്ലാന്റോ എന്തെങ്കിലും വാങ്ങുകയും അത് 180 ഡേയ്സിൻ്റെ കുറവായിട്ടാണ് നമ്മളത് ഉപയോഗിച്ചിട്ടുള്ളതെങ്കിൽ നമ്മുടെ തന്നിരിക്കുന്ന ഫോർ എക്സാമ്പിൾ ഇപ്പോൾ 50% ഡിപ്രീസിയേഷൻ ആണെങ്കിൽ അതിൻ്റെ പകുതി ആയിരിക്കും കൊടുക്കുക. അതിൻ്റെ പകുതി വരുന്നത് 7.5 ആണ്. അപ്പോൾ 7.5 റേറ്റിലായിരിക്കും ഡിപ്രീസിയേഷൻ കാണുക. ഇനി ബ്ലോക്ക് ഓഫ് അസറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ ഗ്രൂപ്പ് ഓഫ് അസറ്റ് ദാറ്റ് ഷെയർ സെയിം റേറ്റ് ഓഫ് ഡിപ്രീസിയേഷൻ. ഒരു ഗ്രൂപ്പ് ഓഫ് അസറ്റ് അതിലുള്ള എല്ലാ അസറ്റ്സിനും സെയിം റേറ്റ് ഓഫ് ഡിപ്രീസിയേഷൻ ഉള്ള ഒരു ഗ്രൂപ്പ് ഓഫ് അസറ്റ്സിനെയാണ് ബ്ലോക്ക് ഓഫ് അസറ്റ്സ് എന്ന് പറയുന്നത്. ഇതിൻ്റെ എന്തൊക്കെയാണ്? ഇൻക്ലൂഡിങ് ബിൽഡിംഗ്, മെഷീനറി, പ്ലാന്റ്സ് ആൻഡ് ഇൻടാഞ്ചിബിൾ അസറ്റ്സ്. ഇത് ഒരു ചെറിയൊരു ടാബിളാണ്, ഡീറ്റെയിൽ ആയിട്ട് ടെക്സ്റ്റിനകത്ത് ഉണ്ടാവും. അതിൻ്റെ എന്തൊക്കെ അസറ്റ്സ് ആണ്, അതിൻ്റെ റേറ്റ് എത്രയാണ് വരുന്നത്, റേറ്റ് ഓഫ് ഡിപ്രീസിയേഷൻ എത്രയാണെന്നൊക്കെ ഉള്ളത് ടെക്സ്റ്റിനകത്തുണ്ട്.
ബിൽഡിംഗ് റെസിഡൻഷ്യൽ 5% ആണ്. ബിൽഡിങ്സ് നോൺ റെസിഡൻഷ്യൽ 10%. ടെമ്പററി ഇറക്ഷൻ ബിൽഡിങ്സിന് 40%, ഫർണിച്ചർ ആൻഡ് ഫിറ്റിംഗ്സിന് 10%, പ്ലാന്റ് ആൻഡ് മെഷീനറിക്ക് 50%, ഓഷ്യൻ ഗോയിങ് ഷിപ്സിന് 20%. അങ്ങനെ മുഴുവനായിട്ടുള്ളൊരു ടേബിൾ നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്കിനകത്ത് കാണാൻ സാധിക്കും. ഇനി ഡിപ്രീസിയേഷൻ കാൽക്കുലേഷൻ എങ്ങനെയാണെന്നാണ്. ഗ്രൂപ്പ് ഓഫ് അസറ്റ്സ് ബ്ലോക്ക് ബേസ്ഡ് അസറ്റ് ക്ലാസ് ആൻഡ് ഡിപ്രീസിയേഷൻ റേറ്റ്. നമ്മൾ ഗ്രൂപ്പ് ഓഫ് അസറ്റ്സ് എങ്ങനെയാണ് ബ്ലോക്ക് ചെയ്തിരിക്കുന്നതിൻ്റെ ഡിപ്രീസിയേഷൻ്റെ റേറ്റ് അനുസരിച്ചിട്ടാണ്. അപ്പം റിട്ടൺ ഡൗൺ വാല്യൂ ഫോർ ദ ബ്ലോക്ക് ഈസ് ഡിറ്റർമിൻഡ് ബൈ ദ റിട്ടൺ ഡൗൺ വാല്യൂ ഓഫ് ബ്ലോക്ക് അറ്റ് ബിഗിനിങ് ഓഫ് ദ പ്രീവിയസ് ഇയർ. നമ്മൾ റിട്ടൺ ഡൗൺ വാല്യൂ ബ്ലോക്കിനെ ഡിറ്റർമിൻ ചെയ്തിരിക്കുന്നത് എങ്ങനെയാണ്, അതിൻ്റെ ബിഗിനിങ് ഇയറിൽ റിട്ടൺ ഡൗൺ വാല്യൂ വെച്ചിട്ടും അതിൽ നിന്ന് ഡിപ്രീസിയേഷൻ എത്രയാണോ പ്രീവിയസ് ഇയറിൽ അലോ ചെയ്തിരിക്കുന്നത് അതിൽ നിന്ന് കുറക്കും. അങ്ങനെയാണ് റിട്ടൺ ഡൗൺ വാല്യൂ നമ്മൾ കണക്കാക്കുന്നത്. സ്റ്റെപ്പ് ടു അഡീഷണൽ ബ്ലോക്ക്. അഡീഷണലായിട്ട് നമ്മൾ എന്തെങ്കിലും അസറ്റ്സ് വാങ്ങിയിട്ടുണ്ടെങ്കിൽ പ്രീവിയസ് ഇയറിൽ വാങ്ങിയിട്ടുണ്ടെങ്കിൽ നമ്മൾ അതുമായിട്ട് എന്ത് ചെയ്യും, ആഡ് ചെയ്യും. ഡിഡക്ഷൻസ് എന്തെങ്കിലും നമ്മൾ അസറ്റ്സ് വിറ്റതിൻ്റെ മുകളിൽ നമുക്ക് സെയിൽ ചെയ്തതിൻ്റെ മുകളിൽ എന്തെങ്കിലും ഇൻകം ലഭിച്ചിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇൻക്ലൂഡിങ് സ്ക്രാപ്പ് വാല്യൂ, അല്ലെങ്കിൽ ഡിസ്കാർഡ്, ഡിമൊലീഷൻ, ഡിസ്ട്രക്ഷൻ എന്നിവ കൊണ്ട് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ എമൗണ്ട് എന്ത് ചെയ്യും, ഈ അസറ്റ്സിൻ്റെ ഇതിൻ്റെ ഈ ടോട്ടൽ എമൗണ്ടിൽ നിന്നും ഡിഡക്റ്റ് ചെയ്യും. നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ മനസ്സിലാവും. ദ ഡിഡക്ഷൻ ഷുഡ് ബി എക്സീഡ് ദ സം ഓഫ് should not exceed the sum of written down value from step 1 and the addition from step 2. നമ്മൾക്ക് ഈ ഡിഡക്ഷൻ വന്നിരിക്കുന്ന എമൗണ്ട് എന്ത് ചെയ്യാൻ സാധിക്കില്ല, റിട്ടൺ ഡൗൺ വാല്യൂവിനേക്കാളോ അല്ലെങ്കിൽ അഡീഷൻ വന്നിരിക്കുന്നതിൻ്റെയോ വാല്യൂവിനേക്കാളോ കൂടുതൽ വരാൻ പാടില്ല. ഡിഡക്ഷൻ എന്ന് പറയുന്നത് നമ്മൾ എന്തെങ്കിലും അസറ്റ് പോയിട്ട് നമ്മൾക്ക് എന്തെങ്കിലും എമൗണ്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ എന്ത് ചെയ്യും, ടോട്ടൽ അസറ്റ്സിൽ നിന്ന് നമ്മളത് ഡിഡക്റ്റ് ചെയ്യും. ഫൈനൽ ഫിഗർ നമ്മൾ ഇതൊക്കെ ചെയ്തിട്ട് ഈ കാൽക്കുലേഷനൊക്കെ കിട്ടി നമുക്ക് ലാസ്റ്റ് കിട്ടുന്ന ഫിഗറാണ് റിട്ടൺ ഡൗൺ വാല്യൂ ഓഫ് ബ്ലോക്ക് എന്ന് പറയുന്നത് എൻഡ് ഓഫ് ദി ഇയർ. അടുത്ത് നമുക്കൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഇല്യൂസ്ട്രേഷൻ 2 നിങ്ങൾ ടെക്സ്റ്റിൽ ക്വസ്റ്റ്യൻ നോക്കുക. കാൽക്കുലേഷൻ ഓഫ് ധ്രുവ് പ്രൈവറ്റ് ലിമിറ്റഡിൻ്റെ ഡിപ്രീസിയേഷൻ കാണാനാണ്. റിട്ടൺ ഡൗൺ ഓഫ് ബ്ലോക്ക് മെഷീനറി ആസ് 1 for 2022 25 ലാഖിൻ്റെ അസറ്റ്സ് അയാളുടെ കയ്യിലുണ്ട്. അഡീഷണലായിട്ട് അയാൾ മെഷീനറി ഡിയും ഇയും വാങ്ങി 3 ലാഖിനും 5 ലാഖിനും. ഈ വാങ്ങിയത് എപ്പോഴാണ്, 24/12/2020 ലെസ് ദാൻ 180 ഡേയ്സ് മാത്രമേ അതെന്ത് ചെയ്തിട്ടുള്ളൂ, ഉപയോഗിച്ചിട്ടുള്ളൂ. അപ്പം സെയിൽ മെഷീനറി എ വിറ്റു. എത്ര രൂപക്കാണ് വിറ്റ്, 25 ലാഖിന് വിറ്റു. ഡിപ്രീസിയേഷൻ റേറ്റ് എന്ന് പറയുന്നത് 50% ആണ്. അപ്പം നമുക്ക് സൊല്യൂഷൻ കാണാം. 25 ലാഖിൻ്റെ അസറ്റ്സാണ് നമ്മുടെ അടുത്ത് കയ്യിലുള്ളത്. അഡീഷണലായിട്ട് നമ്മൾ 3 ലക്ഷത്തിൻ്റെയും 5 ലക്ഷത്തിൻ്റെയും വാങ്ങി, മെഷീനറി വാങ്ങി. അപ്പോൾ ഈ 3 ലക്ഷവും 5 ലക്ഷവും ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 8 ലാഖ് കിട്ടും. അപ്പം 25 ലാഖ് പ്ലസ് 8 ലാഖ് ഈസ് ഈക്വൽ ടു 33 ലാഖ് നമ്മൾക്ക് ടോട്ടൽ അസറ്റിൻ്റെ വാല്യൂ കിട്ടി. ഈ ടോട്ടൽ അസറ്റിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം, 25 ലാഖ് നമ്മൾ പറഞ്ഞു നമ്മൾ മെഷീനറി എ വിറ്റിട്ടുണ്ട്. അപ്പം 25 ലാഖിനെയാണ് നമ്മൾ മെഷീനറി എ വിറ്റിരിക്കുന്നത്. അപ്പം നമ്മൾ 33 ലാഖിൽ നിന്നും 25 ലാഖ് ഡിഡക്റ്റ് ചെയ്യുക. അപ്പം നമ്മൾക്ക് കിട്ടും 80 ലാഖ്. ഇനി ഇതിൻ്റെ മുകളിൽ ഡിപ്രീസിയേഷൻ നമുക്ക് കാണാനുണ്ട്. നമുക്ക് ഡിപ്രീസിയേഷൻ കാണാനുള്ളത് നേരത്തെ പറഞ്ഞു 5 ലക്ഷത്തിൻ്റെ ഒരു പുതിയ മെഷീനറി വാങ്ങി, പക്ഷേ അത് 180 ഡേയ്സിന് കുറവായിട്ടാണ് ഇത് ഉപയോഗിച്ചിരിക്കുന്നത്, മെഷീനറി ഇ. അപ്പം നമ്മൾ എത്രയാണ് കാണുക, നമ്മൾ ആക്ച്വൽ ഡിപ്രീസിയേഷൻ റേറ്റ് എന്ന് പറയുന്നത് 50% ആണ്. പക്ഷേ അതിൻ്റെ ഹാഫ് നമ്മൾ എടുക്കണം. കാരണം ഇത് 180 ഡേയ്സിൻ്റെ കുറവായിട്ടാണ് ഇത് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ 50%ൻ്റെ ഹാഫ് എടുക്കുമ്പം 70.5% ആണ് നമ്മളിതിൻ്റെ ഡിപ്രീസിയേഷൻ കാണുന്നത്. അപ്പം 5 ലാഖിൻ്റെ 70.5% ഡിപ്രീസിയേഷൻ കാണുക. എത്രയാണ് കിട്ടുക, 37,500 ആൻസർ കിട്ടും. ഇനി നമുക്ക് 3 ലാഖിൻ്റെ എന്ത് ചെയ്യണം, 3 ലാഖിൻ്റെ മെഷീനറിയുടെ മുകളിൽ നമ്മൾ എന്ത് ചെയ്യണം, ഡിപ്രീസിയേഷൻ കാണണം. അത് നമ്മൾ എത്രയാണ്, അത് ഫുൾ 180 ഡേയ്സിൻ്റെ മുകളിൽ കൂടുതലായിട്ട് നമ്മൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെ 50% ഫുള്ളായിട്ട് എടുക്കും ഡിപ്രീസിയേഷൻ റേറ്റ്. അപ്പം 3 ലാഖിൻ്റെ 50% എന്ന് പറയുന്നത് 45,000 ആണ്. ഇനി ടോട്ടൽ ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത് 37,500 പ്ലസ് 45,000 ആണ്. അപ്പോൾ എത്രയാണ് നമുക്ക് ടോട്ടൽ ഡിപ്രീസിയേഷൻ കിട്ടുക, 82,500 ആണ് ടോട്ടൽ ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത്. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം.
ഇല്യൂസ്ട്രേഷൻ 3 ഡിപ്രീസിയേഷൻ ഫോർ മിസ്റ്റർ കുമാർസ് മെഷീനറി. കുമാറിൻ്റെ മെഷീനറിൻ്റെ മുകളിലെ ഡിപ്രീസിയേഷൻ കാണാനാണ്. അയാൾ മെഷീനറി എക്സ് ഉണ്ട്, എത്രയാണ് അതിൻ്റെ വാല്യൂ വരുന്നത്? 2,10,000. മെഷീനറി വൈൻ്റെ മുകളിൽ 3,28,000. മെഷീനറി സെറ്റിൻ്റെ മുകളിൽ 2,52,000. അപ്പം ന്യൂ മെഷീനറി അയാൾ വാങ്ങി, പർച്ചേസ് ചെയ്തു. എത്രയാണ്? 1,80,000 അയാൾ ഒരു പുതിയ മെഷീനറി വാങ്ങി. മെഷീനറി വൈയും സെറ്റും അയാൾ വിറ്റു. എത്ര? വൈ വിറ്റത് 3,60,000, സെറ്റ് വിറ്റിരിക്കുന്നത് 2,00,000. അപ്പം സൊല്യൂഷൻ നമുക്ക് കാണാം. ആദ്യം നമ്മൾക്ക് ഇതെല്ലാം കൂടെ കൂട്ടണം. ടോട്ടൽ റിട്ടൺ ഡൗൺ വാല്യൂ ഓൺ 1/4/2020 ഫസ്റ്റുള്ള നമ്മളെല്ലാ അസറ്റ്സിൻ്റെയും വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാം. 2,10,000 പ്ലസ് 3,28,000 പ്ലസ് 2,50,000 എത്ര കിട്ടും നമുക്ക്? 7,19,000 കിട്ടും. ഇനി അഡീഷണൽ മെഷീനറായിട്ട് നമ്മൾ വാങ്ങി എത്രയാണ്? 1,80,000. അപ്പം 7,90,000 പ്ലസ് 1,80,000 നമുക്ക് എത്ര ആൻസർ കിട്ടും? 9,70,000 നമുക്ക് കിട്ടും. നമ്മൾ അതിൽ നിന്ന് എന്ത് വിറ്റു? മെഷീനറി വൈയും സെയ്യും നമ്മൾ വിറ്റു. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? ആ വിറ്റ എമൗണ്ട് എത്രയാണ്? 3,60,000 2,00,000 അപ്പോൾ എത്രയാണ് എമൗണ്ട്? 5,60,000. ഈ 5,60,000 നമ്മൾ ടോട്ടൽ അസറ്റ്സിൻ്റെ വാല്യൂവിൽ നിന്ന് ഡിഡക്റ്റ് ചെയ്യണം. അപ്പം 9,70,000 മൈനസ് 5,60,000 എത്രയാണ് നമുക്ക് ഉത്തരം ലഭിക്കുക? 4,10,000. ഇനി നമുക്ക് ഡിപ്രീസിയേഷൻ കാണണം. നമ്മൾ 180 നമ്മളൊരു പുതിയൊരു മെഷീനറി വാങ്ങിയിട്ടുണ്ടത് 180 ഡേയ്സിൽ കുറവായിട്ടാണ് നമ്മളിത് ഉപയോഗിച്ചിരിക്കുന്നത്. നമ്മൾ 180 ഡേയ്സിൽ കുറവായിട്ടാണ് ആ മെഷീനറി ഉപയോഗിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ നമ്മൾ കാണുന്ന റേറ്റ് എത്രയാണ്? 7.5 ആണ്. അപ്പം 1,80,000 ഇൻറ്റു 7.5 എത്രയാണ് നമുക്ക് കിട്ടുക? 30,500 ആണ് അതിൻ്റെ ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത്. ഇനി റിമൈനിങ് ആയിട്ടുള്ള 2,30,000 റിട്ടൺ ഡൗൺ വാല്യൂ മെത്തേഡ് എത്രയാണ് വരിക? ഡിപ്രീസിയേഷൻ എത്രയാണ് വരിക? 50% കാണുക. 34,500 കിട്ടും. അപ്പം ഇത് രണ്ടിനെയും ആഡ് ചെയ്യുമ്പോൾ എത്രയാണ് ടോട്ടൽ ഡിപ്രീസിയേഷൻ എത്രയാണ് വരിക? 48,000 ആണ്. ഇനി റിട്ടൺ ഡൗൺ വാല്യൂ ഓഫ് ബ്ലോക്ക് അസറ്റ്സിൻ്റെ റിട്ടൺ ഡൗൺ വാല്യൂ എത്രയാണ് വരിക? നമ്മൾ ലാസ്റ്റ് കിട്ടിയിരിക്കുന്ന നമ്മുടെ അസറ്റിൻ്റെ 4,10,000 നിന്നും നമ്മുടെ ടോട്ടൽ ഡിപ്രീസിയേഷൻ ഡിഡക്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുക 3,62,000 ആണ്. അപ്പം ഇതാണ് റിട്ടൺ ഡൗൺ വാല്യൂ ഓഫ് ബ്ലോക്ക് എന്ന് പറയുന്നത്. അടുത്തത് കേസ് എ, ഓൾ അസറ്റ്സ് ഇൻ ദ ബ്ലോക്ക് ആർ ട്രാൻസ്ഫേർഡ്. ഇവിടെ പറയുന്നത് നമ്മൾ അസറ്റ്സിലുള്ള ബ്ലോക്ക് ഓഫ് അസറ്റ്സിലുള്ള എല്ലാ അസറ്റ്സും നമ്മൾ കൈമാറ്റം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഒരു അസറ്റ്സും ബാക്കിയാവുന്നില്ല. അതുകൊണ്ട് തന്നെ അവിടെ ഡിപ്രീസിയേഷൻ നമ്മൾ കാണേണ്ടി വരുന്നില്ല. കാരണം അവിടെ അസറ്റ്സ് എക്സിസ്റ്റഡ് അല്ലാത്തത് കൊണ്ട് തന്നെ അവിടെ ഡിപ്രീസിയേഷൻ വരുന്നില്ല. ഇനി നമ്മൾ ആ അസറ്റ്സ് നഷ്ടത്തിനാണോ ലാഭത്തിനാണോ വിറ്റതെങ്കിൽ കൂടെ അവിടെ നമ്മൾക്ക് എന്ത് കാണണ്ട? അവിടെ നമുക്ക് ഡിപ്രീസിയേഷൻ കാണണ്ട. കാരണം അവിടെ നോ ലോങ്ങർ എക്സിസ്റ്റ്. നമ്മുടെ എന്താണ് അസറ്റ്സ് അവിടെ ഇല്ലാത്തത് കൊണ്ട് തന്നെ, അത് ഓൾറെഡി നമ്മൾ കൈമാറ്റം ചെയ്തുകൊണ്ട് തന്നെ ഡിപ്രീസിയേഷൻ നമ്മൾ കാണേണ്ടതായിട്ട് വരുന്നില്ല. ഇനി കേസസ് ഫോർ ദ ബ്ലോക്ക് സീസ് ടു എക്സിസ്റ്റ്. ഒരു ടെക്സ്റ്റിനകത്തുള്ളതൊരു ബോക്സിലായിട്ടാണ് ഉള്ളത്. ഫസ്റ്റ് വൺ, ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ എങ്ങനെയാണ് നമ്മൾ കാണുന്നതാണ്. നമ്മൾ ബ്ലോക്ക് ഓഫ് അസറ്റ്സ് വിൽക്കുകയും ആ വിറ്റ സെയിൽസ് പ്രൈസ് റിട്ടൺ ഡൗൺ പ്ലസ് അഡീഷണൽ മേഡിങ് ഡ്യൂറിങ് ദ ഇയറുമായിട്ട് കാൽക്കുലേറ്റ് ചെയ്യുമ്പം സെയിൽസ് പ്രൈസ് മോർ ദാൻ റിട്ടൺ ഡൗൺ വാല്യൂ പ്ലസ് അസറ്റ് പർച്ചേസ് ഡ്യൂറിങ് ദ ഇയർ. ഇത് രണ്ടും കൂട്ടിയിട്ടുള്ള എമൗണ്ടിനേക്കാൾ കൂടുതലാണ് സെയിൽസ് പ്രൈസ് വരുന്നതെങ്കിൽ അതെന്താണ്? ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ ആയിട്ടാണ് കണക്കാക്കുക. ഒന്നുകൂടെ പറഞ്ഞു തരാം. നമ്മൾ ബ്ലോക്ക് ഓഫ് അസറ്റ്സ് നമ്മളത് വിറ്റ് മുഴുവനായിട്ടും നമ്മളെല്ലാ അസറ്റ്സും വിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ വിറ്റ പ്രൈസ് നമ്മൾ സെയിൽസ് പ്രൈസ് നമ്മുടെ റിട്ടൺ ഡൗൺ വാല്യൂ പ്ലസ് അസറ്റ് പർച്ചേസ് ഡ്യൂറിങ് ദി ഇയറിനേക്കാൾ കൂടുതലാണ് എന്നുണ്ടെങ്കിൽ അതിനെന്തായിട്ട് കണക്കാക്കും? ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ ആയിട്ട് അതിനെ കണക്കാക്കും. ഇവിടെ ഡിപ്രീസിയേഷൻ അലൗഡ് അല്ല. കാരണം ബ്ലോക്ക് നമ്മൾ എല്ലാ അസറ്റ്സും വിറ്റുകൊണ്ട് തന്നെ അവിടെ ബ്ലോക്ക് എക്സിസ്റ്റ് അല്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ഡിപ്രീസിയേഷൻ കാണേണ്ട ആവശ്യമില്ല. ഇനി ഷോർട്ട് ടേം ക്യാപിറ്റൽ ലോസ് എന്ന് പറയുന്നത് നമ്മൾ സെയിൽസ് പ്രൈസ് റിട്ടൺ ഡൗൺ വാല്യൂ പ്ലസ് അസറ്റ് പർച്ചേസ് ഡ്യൂറിങ് ദി ഇയറിനേക്കാൾ കുറവാണെന്നുണ്ടെങ്കിൽ അതിന് ഷോർട്ട് ടേം ക്യാപിറ്റൽ ലോസ് ആയിട്ടാണ് കാണുക. അവിടെയും ഡിപ്രീസിയേഷൻ അലൗഡ് അല്ല. കാരണം അവിടെ ബ്ലോക്ക് എക്സിസ്റ്റ് അല്ല. ഒരു ക്വസ്റ്റ്യൻ വെച്ച് നോക്കാം. ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ ഓർ ലോസ് എങ്ങനെയാണ് കാണുന്നത് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ സിറ്റുവേഷൻ 1 4 ലാഖിൻ്റെ എന്താണ് അസറ്റ്സ് ഉണ്ട്.
അഡീഷണൽ ആയിട്ട് 3,50,000 എന്താണ് പുതിയൊരു അസറ്റ് വാങ്ങി. അപ്പം സെയിൽസ് വാല്യൂ എന്ന് പറയുന്നത് 9,50,000 ആണ്. അത് വിറ്റപ്പോൾ നമുക്ക് കിട്ടിയത് 9,50,000 ആണ്. ഇനി നമുക്കതിൻ്റെ ആൻസർ നോക്കാം. സെയിൽസ് വാല്യൂ വന്നിരിക്കുന്നത് 9,50,000. അതിൻ്റെ റിട്ടേൺ ഡൗൺ വാല്യൂ എത്രയായിരുന്നു? 4 lakh ആണ്. അഡീഷണൽ എത്രയായിരുന്നു? 3,50,000 ആണ്. അപ്പം ഇത് രണ്ടും കൂട്ടുക, റിട്ടേൺ ഡൗൺ വാല്യൂ അഡീഷണൽ ഡ്യൂറിങ് ദ ഇയർ നമുക്ക് കൂട്ടി എത്ര കിട്ടും? 4 lakh പ്ലസ് 3,50,000 നമ്മൾ ആഡ് ചെയ്ത് നമുക്ക് കിട്ടും 7,50,000 കിട്ടും. ഈ 7,50,000 9 lakh നമ്മൾ മുഴുവൻ അസറ്റ് വിട്ടപ്പോൾ നമുക്ക് കിട്ടിയ സെയിൽസ് വാല്യൂ എത്രയാണ്? 9,50,000 ആണ്. അത് ഇതുമായിട്ട് ഡിഡക്റ്റ് ചെയ്യുമ്പോൾ നമ്മൾക്ക് എത്ര കിട്ടും? 2 lakh കിട്ടും. അപ്പോൾ 2 lakh നമ്മൾക്ക് എന്താണ്? കൂടുതലാണ് കിട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇതെന്താണ്? ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ ആണ്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അസറ്റ്സ് എത്രയാണ്? റിട്ടേൺ ഡൗൺ ആസ് ഓൺ 1/4/2020 2 4 lakh അസറ്റ്സ് ഉണ്ട്. അഡീഷണൽ ആയിട്ട് 3,50,000 എന്താണ് അഡീഷണൽ അസറ്റ്സ് വാങ്ങി. സെയിൽസ് വാല്യൂ എന്താണ്? എല്ലാ ബ്ലോക്കും വിറ്റപ്പോൾ എത്ര കിട്ടി? 4 lakh മാത്രമാണ് കിട്ടിയത്. അപ്പോൾ ഇവിടെ എന്താണ്? നമ്മളിത് രണ്ടും കൂട്ടുക, ഈ 4 lakh ആയിട്ട് കുറക്കും നമ്മൾക്ക് കിട്ടുന്ന ആൻസർ -3,50,000 ആണ്. അതുകൊണ്ട് എന്താണ്? ഇത് രണ്ടും കൂട്ടി കിട്ടിയതിനേക്കാൾ കുറവാണ് സെയിൽസ് വാല്യൂ. അതുകൊണ്ട് തന്നെ അതെന്താണ്? ഷോർട്ട് ടേം ക്യാപിറ്റൽ ലോസ് ആണ്. അതുപോലെ നെക്സ്റ്റ് അതുപോലെ തന്നെയാണ്. റിട്ടേൺ ഡൗൺ ആസ് ഓൺ 1/4/2020 എത്രയാണ്? 2,50,000 അസറ്റ്സ് ഉണ്ടായിരുന്നു. അഡീഷണൽ ആയിട്ട് 1 lakh അസറ്റ്സ് വാങ്ങി. എന്നിട്ട് 3 lakh അത് വിറ്റു. അപ്പോൾ എന്താണ്? നമുക്ക് -15,000 നമുക്ക് എന്താണ്? ഷോർട്ട് ടേം ക്യാപിറ്റൽ ലോസ് ആണ്. അപ്പം ഇത് രണ്ടും കൂട്ടിയതിനേക്കാൾ കുറവാണ് എന്താ? സെയിൽസ് വാല്യൂ. അതുകൊണ്ട് തന്നെ എന്താണ്? നമ്മൾക്ക് ലഭിച്ചിരിക്കുന്ന ഷോർട്ട് ടേം ക്യാപിറ്റൽ ലോസ് ആണ്. ഇനി ഇവിടെ 2,50,000 അസറ്റ്സ് ഉണ്ടായിരുന്നു. അഡീഷണൽ ആയിട്ട് 1 lakh അസറ്റ്സും കൂടെ വാങ്ങി. അത് വിറ്റിരിക്കുന്ന എത്ര രൂപയ്ക്കാണ്? 5 lakh ആണ്. അപ്പോൾ ഇവിടെ നമ്മൾക്ക് എത്ര ലഭിക്കും? 1,50,000 ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ ആണ് ലഭിക്കുന്നത്. ഇനി കേസസ് ബി, ഓൺലി എ പാർട്ട് ഓഫ് ദ ബ്ലോക്ക് ഈസ് സോൾഡ് ആൻഡ് ദ സെയിൽ പ്രൈസ് എക്സീഡ് ദ വാല്യൂ ഓഫ് ദ ബ്ലോക്ക്. ഇനി നമ്മൾ ബ്ലോക്കിലുള്ള അസറ്റ്സിൽ നിന്ന് ഒരു പാർട്ട് ഓഫ് അസറ്റ്സ് മാത്രമേ നമ്മൾ വെക്കുന്നുള്ളൂ, ബാക്കി അവിടെ റിമൈനിങ് ആണ്. If only part of block is sold and the sale price including scrap value of the part sold is greater than or equal to the റിട്ടേൺ ഡൗൺ വാല്യൂ പ്ലസ് വാല്യൂ ഓഫ് എനി അസറ്റ് പർച്ചേസ് ഡ്യൂറിങ് ദി ഇയർ, ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ. ഇവിടെ പറയുന്നത് നമ്മൾ ബ്ലോക്ക് ഓഫ് അസറ്റ്സിൻ്റെ ഒരു പാർട്ട് മാത്രം നമ്മൾ വെക്കുകയും ആ വിറ്റ പ്രൈസ് വാല്യൂ നമ്മുടെ റിട്ടേൺ ഡൗൺ പ്ലസ് അഡീഷണൽ അസറ്റ് പർച്ചേസ് ഡ്യൂറിങ് ദി ഇയറിനേക്കാൾ കൂടുതലാണെന്നുണ്ടെങ്കിൽ അതിന് ക്യാപിറ്റൽ ഗെയിൻ ആയിട്ട് കണക്കാക്കപ്പെടും. ഇനി റിട്ടേൺ ഡൗൺ വാല്യൂ ഓഫ് ദ ബ്ലോക്ക് വിൽ ബി റെഡ്യൂസ്ഡ് നിൽ, ബട്ട് ദ ബ്ലോക്ക് വിൽ നോട്ട് സീസ് ടു എക്സിസ്റ്റ് എൻറ്റയർലി ആസ് സർട്ടൻ അസറ്റ് റിമെയിൻ. നമ്മൾക്കത് ലോസാണ് വരുന്നതെങ്കിൽ എന്ത് ചെയ്യും? റിട്ടേൺ ഡൗൺ വാല്യൂ ഓഫ് ബ്ലോക്ക് എന്ത് ചെയ്യും? അതിനെ 0യിലേക്ക് കൊണ്ടുപോകും. പക്ഷേ എന്താണ്? ബട്ട് ദ ബ്ലോക്ക് വിൽ നോട്ട് സീസ് ടു എക്സിസ്റ്റ് എൻറ്റയർലി ആസ് സർട്ടൻ അസറ്റ് റിമെയിൻ ഇൻ ദ ബ്ലോക്ക്. അതുകൊണ്ട് തന്നെ നമുക്ക് ലോസ് വന്നുകൊണ്ട് തന്നെ അവിടെ എന്താണ്? നമുക്ക് ഡിപ്രീസിയേഷൻ കാണേണ്ട ആവശ്യമില്ല. റിമൈനിങ് അസറ്റ്സിൻ്റെ മുകളിൽ നമ്മൾ എന്ത് ചെയ്യുന്നില്ല? ഡിപ്രീസിയേഷൻ കാണുന്നില്ല. രണ്ട് അവസ്ഥകളാണെന്ന്, ക്യാപിറ്റൽ ഗെയിനും ഇവിടെ ക്യാപിറ്റൽ ലോസും ആണ് വന്നിരിക്കുന്നത്. ഒരു ക്വസ്റ്റ്യൻ നോക്കാം. റിട്ടേൺ ഡൗൺ ആസ് ഓൺ 1/4/2020 4 അസറ്റ്സ് ഉണ്ട്. അപ്പം അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 4 lakhഉം അഡീഷണൽ നമ്മൾ ഡ്യൂറിങ് ദിയർ അഡീഷണൽ ആയിട്ട് നമ്മൾ 3,50,000 ഒരു അസറ്റ്സും വാങ്ങി. 4 അസറ്റ്സിൻ്റെ വാല്യൂ എത്രയാണ്? 4 lakhഉം പുതുതായിട്ട് 3,50,000 പുതിയ എന്താണ് അഡീഷണൽ അസറ്റ്സും വാങ്ങി. സെയിൽസ് വാല്യൂ ഓഫ് ബ്ലോക്ക് 2 അസറ്റ്സ് നമ്മൾ വിറ്റു. ബ്ലോക്കിലുള്ള 2 അസറ്റ്സ് നമ്മൾ വിറ്റു. എത്ര രൂപയ്ക്കാണ്? 8 lakhന്. അപ്പോൾ അതിൻ്റെ സൊല്യൂഷൻ എങ്ങനെയാണ്? 4 lakh നമ്മൾക്ക് ഓൾറെഡി ഉണ്ടായിരുന്നു. 4 അസറ്റ്സിൻ്റെ വാല്യൂ 4 lakh ആയിരുന്നു. അഡീഷണൽ 3,50,000. അപ്പം ഇത് രണ്ടും കൂട്ടിക്കിട്ടിയതിനേക്കാൾ കൂടുതലാണ് നമ്മുടെ സെയിൽസ് വാല്യൂ. അതുകൊണ്ട് തന്നെ നമ്മൾക്ക് എന്താണ്? 15,000 എന്താണ്? 15,000 നമുക്ക് എന്താണ്? ക്യാപിറ്റൽ ഗെയിൻ ആണ്. ഇനി സെക്കൻഡ് കണ്ടീഷൻ നോക്കാം. 4 lakhൻ്റെ അസറ്റ്സ് ഉണ്ട്. 3,50,000 അഡീഷണൽ നമ്മൾ വാങ്ങി. പക്ഷെ നമ്മൾ വിറ്റ രൂപ എന്ന് പറയുന്നത് സെയിൽസ് വാല്യൂ എന്ന് പറയുന്നത് 7,50,000 ആണ്. അപ്പം നമ്മൾക്ക് എത്രയാണ്? 0 ആണ് നമ്മളുടെ എന്ത്?
എന്ത് കിട്ടുക, ലോസ് ആണ്. ക്യാപിറ്റൽ ലോസ് ആയതുകൊണ്ട് തന്നെ എന്താണ്, 0 ആണ് റിട്ടേൺ ഓൺ വാല്യൂ. ഇവിടെ ആഫ്റ്റർ സെല്ലിംഗ് ടു അസെറ്റ്സ് ദ റിട്ടേൺ ഡൗൺ വാല്യൂ റിമെയിൻ 50,000 വിച്ച് ലീഡ്സ് ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ. ഇവിടെ എന്താണ്, ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ ആണ്. എന്നാൽ രണ്ടാമത്തെ എന്താണ്, ആഫ്റ്റർ ദ സെയിൽ നോ അസെറ്റ്സ് റിമെയിൻ ഇൻ ദ ബ്ലോക്ക്. നമ്മൾ സെയിൽ ചെയ്തതിന് ശേഷം നോ അസെറ്റ്സ് റിമെയിൻ ദ ബ്ലോക്ക്, അസെറ്റ്സ് ഒന്നും ബ്ലോക്കിൽ റിമെയിൻ ആയിരുന്നില്ല. സോ റിട്ടേൺ ഡൗൺ വാല്യൂ ഈസ് നിൽ. റിട്ടേൺ ഡൗൺ വാല്യൂ എന്ന് പറയുന്നത് എന്താണ്, നില്ലാണ്, 0 ആണ്. ആൻഡ് നോ ഫർദർ ഡിപ്രീസിയേഷൻ ഈസ് ചാർജ്ഡ്. ഡിപ്രീസിയേഷൻ അലവൻസ് ഫോർ സ്പെഷ്യൽ കേസസിൽ ഡിപ്രീസിയേഷൻ്റെ അലവൻസസ് എങ്ങനെയൊക്കെയാണെന്നാണ്. ഡിപ്രീസിയേഷൻ ഇൻ കേസ് ഓഫ് പവർ യൂണിറ്റ്സ്. ഇവിടെ എന്താണ്, നമ്മൾ വൈദ്യുതി സപ്ലൈ ചെയ്യുന്ന കമ്പനികൾ, ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും, അത് ജനറേറ്റ് ചെയ്യുകയൊക്കെ ചെയ്യുന്ന കമ്പനികൾക്ക് ലഭിക്കുന്ന ഡിപ്രീസിയേഷൻ എങ്ങനെയാണെന്നാണ്. 2 മെത്തേഡ് ഉണ്ട്, സ്ട്രൈറ്റ് ലൈൻ മെത്തേഡ്, റിട്ടേൺ ഡൗൺ വാല്യൂ മെത്തേഡ് ഉണ്ട്. അഡീഷണൽ ഡിപ്രീസിയേഷൻ ഓൺ ന്യൂ മെഷീനറി ഓർ പ്ലാന്റ്. പുതിയ മെഷീനറിയോ പ്ലാന്റോ വാങ്ങിക്കഴിഞ്ഞാൽ അതിൻ്റെ മുകളിൽ അഡീഷണൽ ഡിപ്രീസിയേഷൻ കിട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള ചില കണ്ടീഷൻസ്, നമ്മൾ അഡീഷണൽ ഡിപ്രീസിയേഷൻ ക്ലെയിം ചെയ്യണമെങ്കിൽ ചില കണ്ടീഷൻസ് ഉണ്ട്. എന്തൊക്കെയാണ്, ഒന്നെങ്കിൽ ആ ബിസിനസ്സുകാർ എത്രത്തിലുള്ള ബിസിനസ് ആയിരിക്കണം, മാനുഫാക്ചറിങ് അല്ലെങ്കിൽ പ്രൊഡക്ഷൻ ഓഫ് എനി ആർട്ടിക്കിൾ ഓർ തിങ്, ജനറേഷൻ, ട്രാൻസ്മിഷൻ, ഡിസ്ട്രിബ്യൂഷൻ ഓഫ് പവർ, ഇത്തരത്തിലുള്ള ബിസിനസ്സിൽ ഏർപ്പെട്ടിരിക്കുന്ന കമ്പനികളായിരിക്കണം. അത്തരക്കാർക്ക് മാത്രമാണ് അഡീഷണൽ ഡിപ്രീസിയേഷൻ അലോ ചെയ്യുന്നുള്ളൂ. മാത്രമല്ല ദ മെഷീനറി ഓർ പ്ലാൻ മസ്റ്റ് ബി ന്യൂ. മെഷീനറിയും പ്ലാന്റും പുതിയതായിരിക്കണം. അത് March 31, 2005 ശേഷം ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടായിരിക്കണം. അതുപോലെ ദർ ആർ സർട്ടൻ എക്സെപ്ഷൻസ് വേർ അസറ്റ്സ് ഡു നോട്ട് ക്വാളിഫൈ ഫോർ അഡീഷണൽ ഡിപ്രീസിയേഷൻ. ചില അസറ്റ്സ് എന്ത് ചെയ്യുന്നില്ല, എന്താണ്, അഡീഷണൽ ഡിപ്രീസിയേഷൻ ക്വാളിഫൈ ചെയ്യാത്ത ചില അസറ്റ്സുകളുണ്ട്. എന്തൊക്കെയാണ്, ഷിപ്പ് ആൻഡ് എയർക്രാഫ്റ്റ്. ഷിപ്പും എയർക്രാഫ്റ്റിനും ഈ അഡീഷണൽ ഡിപ്രീസിയേഷൻ ലഭിക്കില്ല. എനി മെഷീനറി ഓർ പ്ലാന്റ് വാസ് യൂസ്ഡ് ബിഫോർ ഇൻസ്റ്റാളേഷന് മുമ്പ് തന്നെ ഉപയോഗിച്ചിരിക്കുന്ന മെഷീനറിക്കും പ്ലാന്റിൻ്റെ മുകളിലും, ഒന്നെങ്കിൽ ഇന്ത്യക്ക് പുറത്തോ ആയിട്ട് ഇൻസ്റ്റാളേഷന് മുമ്പ് തന്നെ ഉപയോഗിച്ചിരിക്കുന്ന മെഷീനറിക്കും പ്ലാന്റിൻ്റെ മുകളിലും അഡീഷണൽ ഡിപ്രീസിയേഷൻ ലഭിക്കുന്നില്ല. മെഷീനറി ഓർ പ്ലാന്റ് ഇൻസ്റ്റാൾഡ് ഓഫീസ്, പ്രിമൈസ്, റെസിഡൻഷ്യൽ അക്കോമഡേഷൻ, ഗസ്റ്റ് ഹൗസ്. മെഷീനറിയും പ്ലാന്റ്സ് ഒന്നെങ്കിൽ ഓഫീസിൻ്റെ പരിധിയിലോ റെസിഡൻഷ്യൽ അക്കോമഡേഷനിലോ ഗസ്റ്റ് ഹൗസിലോ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്ന മെഷീനറിൻ്റെ മുകളിലും, അതുപോലെ ഓഫീസ് അപ്ലയൻസ് ഓർ റോഡ് ട്രാൻസ്പോർട്ട് വെഹിക്കിൾസ്, അതുപോലെ എനി മെഷീനറി എലിജിബിൾ ഫോർ 100% ഡിഡക്ഷൻ ഇൻ ദി ഫസ്റ്റ് ഇയർ. ഇത്തരത്തിലുള്ള അസറ്റ്സിന് എന്ത് ലഭിക്കില്ല, അഡീഷണൽ ഡിപ്രീസിയേഷൻ ലഭിക്കില്ല. അഡീഷണൽ ഡിപ്രീസിയേഷൻ ഡീറ്റെയിൽസ് എങ്ങനെയാണ്, റേറ്റ് നമ്മൾ March 31, 2005 ശേഷം ഇൻസ്റ്റാൾ ചെയ്ത അസറ്റ്സിൻ്റെ 20%, അതിൻ്റെ കോസ്റ്റിൻ്റെ മുകളിൽ 20% ലഭിക്കും, ഡിഡക്ഷൻ ലഭിക്കും. അതുപോലെ if the asset is put use of less than 180 days, the financial year, ഇനി 180 ഡേയ്സിന് കുറവായിട്ടാണ് നമ്മൾ ഈ അസറ്റ്സ് യൂസ് ചെയ്തിട്ടുണ്ട്, ഫിനാൻഷ്യൽ ഇയറിൽ 180 ഡേയ്സിൻ്റെ കുറവായിട്ടാണ് നമ്മൾ ഈ അസറ്റ്സ് യൂസ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ 10% ഡിപ്രീസിയേഷനാണ് അലോ ചെയ്യുക. റിമൈനിങ് 10% അടുത്ത സബ്സിക്വൻറ്റ് ഇയറിലേക്ക് ഇത് അലോ ചെയ്ത് കൊടുക്കും. കാരണം 20% ആണ് ടോട്ടൽ റേറ്റ് പറഞ്ഞിരിക്കുന്നത്, 20% ആണ് ടോട്ടൽ ഡിപ്രീസിയേഷൻ റേറ്റ്. പക്ഷെ അത് 180 ഡേയ്സ് മാത്രമേ അത് ഉപയോഗിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ 10% ആണ് നൽകുക. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നേരത്തെ നമ്മൾ മുകളിൽ പറഞ്ഞു 50% ആണ് ആക്ച്വൽ ഡിപ്രീസിയേഷൻ റേറ്റ്. അത് 180 ഡേയ്സിൽ കുറവാണ് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പകുതി റേറ്റാണ് നമ്മൾ എടുക്കുക ഡിപ്രീസിയേഷൻ, അഥവാ 50%ൻ്റെ 7.5 എടുക്കും. അതുപോലെ ഇവിടെ 20% ആണ് ആക്ച്വൽ റേറ്റ് വരുന്നത്. ഇത് 180 ഡേയ്സ് മാത്രമേ ഉപയോഗിച്ചുള്ളത് കൊണ്ട്, 180 ഡേയ്സിൽ കുറവായി ഉപയോഗിച്ചത് കൊണ്ട് 20% പകുതി 10% ആണ് ഡിപ്രീസിയേഷൻ ഇവിടെ എടുക്കുക. Restriction on payment for additional depreciation. If any depreciation asset is acquired and the payment exceeds 10,000 in a day other than through the account pay check or through electronic
ക്ലിയറിംഗ് സിസ്റ്റം അഡീഷണൽ ഡിപ്രിസിയേഷൻ വിൽ നോട്ട് ബി അവൈലബിൾ ഫോർ ദ അസറ്റ്. ഇനി അസറ്റ് പേയ്മെൻറ്റ്, ഡെയിലി പേയ്മെൻറ്റ്, നമ്മുടെ അസറ്റിൻ്റെ മുകളിലുള്ള ഡെയിലി പേയ്മെൻറ്റ് 10,000 മുകളിൽ കടത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് അസസ്സി അതർ ദാൻ ത്രൂ ആൻ അക്കൗണ്ട് പേ ചെക്ക് ഓർ ത്രൂ ഇലക്ട്രോണിക് ക്ലിയറിംഗ് സിസ്റ്റം വഴിയാണ് ഈ 10,000 പെർ ഡേ നൽകിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള അസറ്റ്സിൻ്റെ മുകളിൽ അഡീഷണൽ ഡിപ്രീസിയേഷൻ ലഭിക്കില്ല. സ്പെഷ്യൽ കേസസ് ഓഫ് ബാക്ക്വേർഡ് ഏരിയാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നോക്കം നിൽക്കുന്ന ഏരിയകളും ആന്ധ്രാപ്രദേശ്, ബീഹാർ, തെലുങ്കാന, വെസ്റ്റ് ബംഗാൾ ഇവിടെയുള്ള ബിസിനസ്സുകൾക്ക് എത്രത്തോളമാണ് അഡീഷണൽ ഡിപ്രീസിയേഷൻ റേറ്റ് ലഭിക്കുന്നതാണ് ഇവിടെ പറയുന്നത്. അഡീഷണൽ ഡിപ്രീസിയേഷൻ റേറ്റ് വരുന്നത് 35% ഇൻസ്റ്റെഡ് ഓഫ് 20%. നമ്മൾ നേരത്തെ പറഞ്ഞു 25% ആണ് സാധാരണഗതിയിൽ അഡീഷണൽ ഡിപ്രീസിയേഷൻ നൽകുക. പക്ഷേ ബാക്ക്വേർഡ് ഏരിയ ആയിട്ടുള്ള ആന്ധ്രാപ്രദേശ്, ബീഹാർ, തെലുങ്കാന എന്നിവിടങ്ങളിൽ 35% ആണ് ഡിപ്രീസിയേഷൻ റേറ്റ്. ഇഫ് ദ അസറ്റ് യൂസ് ലെസ് ദാൻ 180 ഡേയ്സിൻ്റെ കുറവായിട്ടാണ് ഉപയോഗിച്ചിരിക്കുന്നതെങ്കിൽ അവിടെ ലഭിക്കുന്ന ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത് 70.5 ആണ്. അടുത്ത അൺഅബ്സോർബ്ഡ് ഡിപ്രീസിയേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ബിസിനസ് ലോസിലാവുക അല്ലെങ്കിൽ ആവശ്യത്തിന് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ സാധിക്കാതിരിക്കുകയും ബിസിനസ് ലോസ് ആവുകയും ചെയ്തതിൻ്റെ ഫലമായിട്ട് നമ്മൾക്ക് ഡിപ്രീസിയേഷൻ കാണാൻ സാധിക്കാതെ വരികയും ആ ഇയറിൽ ഡിപ്രീസിയേഷൻ കാണാൻ സാധിക്കാതെ വരികയും ചെയ്യുന്നതിനാണ് അൺഅബ്സോർബ്ഡ് ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത്. അത്തരത്തിലുള്ള അൺഅബ്സോർബ്ഡ് ഡിപ്രീസിയേഷൻ എങ്ങനെയാണ് സെറ്റ് ഓഫ് ചെയ്യുന്നതെന്നാണ് ഇവിടെ പറയുന്നത്. ഫസ്റ്റ് എന്ത് ചെയ്യും? അഗെയിൻസ്റ്റ് ദ കറണ്ട് ഇയർ പ്രോഫിറ്റ് ഓർ ഗെയിൻസ് ഫ്രം ദ ബിസിനസ് ഓർ അതർ സോഴ്സ്, ബിസിനസ്സിനോ അല്ലെങ്കിൽ അതർ സോഴ്സസ് നിന്നുള്ള പ്രോഫിറ്റോ ഗെയിൻസിൻ്റെ അഗെയിൻസ്റ്റ് ആയിട്ട് തന്നെ സെറ്റ് ഓഫ് ചെയ്യും. ഇനി അതിന് സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ ഇൻകം ഫ്രം അതർ ഹെഡ്സിൽ സാലറി എക്സെപ്റ്റ് സാലറി ഹെഡ് ഒഴികെയുള്ള ബാക്കിയുള്ള മറ്റ് അതർ ഹെഡിൽ വരുന്ന ഇൻകത്തിൻ്റെ അഗെയിൻസ്റ്റ് ആയിട്ട് തന്നെ സെറ്റ് ഓഫ് ചെയ്യും. അല്ലാന്നുണ്ടെങ്കിൽ ഇഫ് ദ ഡിപ്രീസിയേഷൻ റിമെയിൻ അൺഅബ്സോർബ്ഡ് ഇറ്റ് ക്യാൻ ബി ക്യാരിഡ് ഫോർവേഡ് ടു ദ നെക്സ്റ്റ് ഇയർ. ഇനി അൺഅബ്സോർബ്ഡ് ആയിട്ടുള്ള ഡിപ്രീസിയേഷൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് അടുത്ത ഇയറിലേക്ക് അതിനെ ക്യാരി ഔട്ട് ചെയ്യും. Carry forward unabsorbed depreciation. The unabsorbed depreciation can be carried for indefinitely and set off against future profit or business. ഫ്യൂച്ചറിൽ വരുന്ന ബിസിനസ്സിലുള്ള പ്രോഫിറ്റിലേക്ക് നമ്മൾക്ക് എന്ത് ചെയ്യാം? ഈ അൺഅബ്സോർബ്ഡ് ഡിപ്രീസിയേഷനെ ക്യാരി ഫോർവേഡ് ചെയ്യാം. നോ ടൈം ലിമിറ്റ്. അതിന് ഇവിടെ പ്രത്യേകിച്ച് ടൈം ലിമിറ്റ് ഒന്നും പറയുന്നില്ല. അൺഅബ്സോർബ്ഡ് ഡിപ്രീസിയേഷൻ നമ്മൾ സെറ്റ് ഓഫ് ചെയ്യുന്നതിന് വേണ്ടി പ്രത്യേകിച്ച് ടൈം ലിമിറ്റ് ഒന്നുമില്ല. ഇനി കണ്ടിന്യൂയിങ് ഓഫ് ബിസിനസ് ആൻഡ് ദ കണ്ടിന്യൂ ഓഫ് ബിസിനസ് ഈസ് നോട്ട് റിക്വയർഡ് ഫോർ ദ സെറ്റ് ഓഫ് ദ പ്രൊവിഷൻസ്. സെറ്റ് ഓഫ് ചെയ്യുന്നതിന് വേണ്ടി ബിസിനസ്സിൻ്റെ കണ്ടിന്യൂറ്റി ഒന്നും ഇവിടെ ബാധകമേ അല്ല. അടുത്ത് ഇൻസെൻറ്റീവ് ഫോർ അക്വിസിഷൻ ആൻഡ് ഇൻസ്റ്റാളേഷൻ ഓഫ് ന്യൂ പ്ലാന്റ് ആൻഡ് മെഷീനറിൻ്റെ നോട്ടിഫൈഡ് ബാക്ക്വേർഡ് ഏരിയാസിലുള്ള പ്ലാന്റ് മെഷീനറി ഇൻസ്റ്റാൾ ചെയ്യുന്നതിൻ്റെ മുകളിലുള്ള ചില ഇൻസെൻറ്റീവ്സ് ചില ആനുകൂല്യങ്ങൾ ലഭിക്കുന്നുണ്ട്. എന്തൊക്കെയാണെന്നാണ് ഇൻസെൻറ്റീവ് ഡീറ്റെയിൽസ്. ആൻഡ് അഡീഷണൽ ഡിഡക്ഷൻ of 50% of actual cost of new plant and machineries allowed for the companies and non-companies assesses. ഇവിടെ പറയുന്നത് അഡീഷണൽ 50% ആക്ച്വൽ കോസ്റ്റിൻ്റെ മുകളിൽ പ്ലാന്റിൻ്റെയോ മെഷീനറിയുടെയോ ആക്ച്വൽ കോസ്റ്റിൻ്റെ മുകളിൽ 50% അഡീഷണൽ ഡിഡക്ഷൻ ലഭിക്കുന്നുണ്ട്. എവിടെ സ്ഥിതി ചെയ്യുന്നതാണത്? ബാക്ക്വേർഡ് ഏരിയകളിലാണ് ഇത്തരത്തിലുള്ള ഇൻസെൻറ്റീവ്സ്, ഇത്തരത്തിലുള്ള അഡീഷണൽ ഡിഡക്ഷൻ ലഭിക്കുന്നത്. ദ കണ്ടീഷൻ ഫോർ ക്ലെയിമിംഗ് ദ ഡിഡക്ഷൻ എന്തൊക്കെയാണ്? ദ ബിസിനസ് മസ്റ്റ് ബി എൻഗേജ് ഇൻ മാനുഫാക്ചറിംഗ് എൻഗേജ്ഡ് ആയിട്ടുള്ള ബിസിനസ് ആയിരിക്കണം. ഓൺ ഓർ ആഫ്റ്റർ, ഒന്നുകിൽ ഏപ്രിലോ അല്ലെങ്കിൽ ആഫ്റ്റർ April 1, 2015 ശേഷമോ അല്ലെങ്കിൽ അതിന് മുമ്പോ, അതിനോ ഏപ്രിലോ അല്ലെങ്കിൽ 2015 April 1 ശേഷമോ ആയിരിക്കണം. ഇന്ന ബാക്ക്വേർഡ് നോട്ടിഫൈഡ് ഏരിയയിലായിരിക്കണം. ഇൻ ദ സ്റ്റേറ്റ് ഓഫ് ആന്ധ്രാപ്രദേശ്, ബീഹാർ, തെലുങ്കാന, വെസ്റ്റ് ബംഗാൾ. ഇതൊക്കെയാണ് ബാക്ക്വേർഡ് ഏരിയാസ്. ആന്ധ്രാപ്രദേശ്, ബീഹാർ, തെലുങ്കാന, വെസ്റ്റ് ബംഗാൾ എന്നീ ഏരിയകളിലുള്ള മാനുഫാക്ചറിംഗ് ബിസിനസ് ആയിരിക്കണം. ഏപ്രിലിൻ്റെ ശേഷമോ 2015 ഏപ്രിലിന് ശേഷമോ എൻഗേജ്ഡ് ആയിട്ടുള്ള ബിസിനസ് ആയിരിക്കണം. അത്തരത്തിലുള്ള ബിസിനസ്സിന് എന്ത് ചെയ്യും? ആക്ച്വൽ കോസ്റ്റിൻ്റെ മുകളിൽ 50% അഡീഷണൽ ഡിഡക്ഷൻ ലഭിക്കുന്നതാണ്. ദ ന്യൂ പ്ലാന്റ് ആൻഡ് മെഷീൻ മസ്റ്റ് ബി അക്വയർഡ് ആൻഡ് ഇൻസ്റ്റാൾഡ് ഓൺ
or after April 1st, 2015 and installed on or before March 31st, 2020, the deduction is allowed in the year of installation of the new asset. ഈ പുതിയ മെഷീനറിയോ പ്ലാന്റിൻ്റെയോ ഇൻസ്റ്റാളേഷൻ എപ്പോൾ ആയിരിക്കണം എന്നെങ്കിൽ April 1, 2015 ആയിരിക്കണം, അല്ലെങ്കിൽ അതിൻ്റെ ശേഷമായിരിക്കണം. ആൻഡ് ഇൻസ്റ്റാൾഡ് ഓൺ ബിഫോർ March 31st, 2020. An example of the company installed new plant machinery in backward areas in Telangana on May 1st, 2016. If it is fulfill all other conditions, the company will be eligible for 50% of actual cost of new plant as additional deduction. ഇവിടെ പറയുന്നത് തെലങ്കാനയിൽ May 1, 2016 ഒരു പുതിയ എന്ത് ചെയ്തു മെഷീനറിയും പ്ലാന്റും ഇൻസ്റ്റാൾ ചെയ്തു. മുകളിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ കണ്ടീഷനും അവർ മെറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, അതിലൂടെ ആ പറഞ്ഞിരിക്കുന്ന കണ്ടീഷനൊക്കെ ഓക്കെ ആക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് എന്ത് ലഭിക്കും? 50%, അവരുടെ ആക്ച്വൽ കോസ്റ്റിൻ്റെ മുകളിൽ 50% അഡീഷണൽ ഡിഡക്ഷൻ ലഭിക്കുന്നതാണ്. കുറച്ച് കീ പോയിൻറ്റ്സ് ഉണ്ട്. പവർ യൂണിറ്റ്സിൽ ബിസിനസ് ജനറേറ്റിംഗ് പവർ ക്യാൻ ചൂസ് ബിറ്റ്വീൻ ഇവിടെ പറഞ്ഞിട്ടുണ്ട് പവർ യൂണിറ്റ്സ്, നമ്മൾ പവർ ജനറേഷൻ എന്നാണ്. വൈദ്യുതി സംബന്ധിച്ചുള്ള ബിസിനസ് ചെയ്യുന്ന കമ്പനികൾക്ക് അവർക്ക് ചൂസ് ചെയ്യാം ഏത് തരത്തിലുള്ള ഡിപ്രിസിയേഷനാണ് വേണ്ടതെന്നുള്ളത്. സ്ട്രൈറ്റ് ലൈൻ മെത്തേഡ് വേണോ അല്ലെങ്കിൽ റിട്ടേൺ ഡൗൺ വാല്യൂ മെത്തേഡ് വേണോ, എത്തരത്തിലുള്ള ഡിപ്രിസിയേഷൻ വേണമെന്ന് അവർക്ക് ചൂസ് ചെയ്യാം. Additional depreciation applies for new machinery and plant purchased after March 31st, 2005 with the condition including non-eligibility for certain assets like ships or appliances. Additional depreciation പുതിയ മെഷീനറിയോ പ്ലാന്റ്സോ നമ്മൾ വാങ്ങുകയും എപ്പോഴാണ് 31st, 2005 ശേഷം പുതുതായിട്ട് വാങ്ങിയ മെഷീനറി പ്ലാന്റ് മുകളിലാണ് നമ്മൾക്ക് അഡീഷണൽ ഡിപ്രീസിയേഷൻ ലഭിക്കുക. അൺഅബ്സോർബ് ഡിപ്രീസിയേഷൻ എന്ന് പറഞ്ഞാൽ ക്യാൻ ബി ക്യാരിഡ് ഫോർവേഡ് ഇൻഡെഫിനിറ്റ്ലി ആൻഡ് സെറ്റ് ഓഫ് അഗെയിൻസ്റ്റ് ഫ്യൂച്ചർ പ്രോഫിറ്റ്. നമ്മൾക്കത് മുമ്പോട്ടുള്ള ഫ്യൂച്ചർ ഇയറിലേക്ക്, മുമ്പോട്ടുള്ള ഇയറിലേക്ക് അത് കൊണ്ടുപോയിട്ട് ഫ്യൂച്ചർ പ്രോഫിറ്റിൻ്റെ അഗെയിൻസ്റ്റ് ആയിട്ട് സെറ്റ് ഓഫ് ചെയ്യാൻ സാധിക്കും. ഇൻസെൻറ്റീവ് ഫോർ ബാക്ക്വേർഡ് ഏരിയാസ്, നമുക്ക് കൂടുതൽ ഡിഡക്ഷൻ ബാക്ക്വേർഡ് ഏരിയാസിലുള്ള കമ്പനികൾക്ക് എന്ത് കിട്ടുന്നുണ്ട്? 50% എക്സ്ട്രാ ഡിഡക്ഷൻ ലഭിക്കുന്നുണ്ട്. അപ്പം അത്രയൊക്കെയാണ് ഈ ചാപ്റ്ററിനകത്തുള്ളത്.